മുടി കെട്ടേണ്ട കാര്യം ഓർക്കുമ്പോ തന്നെ ഒരുങ്ങാനുള്ള എല്ലാ മൂടും അങ്ങോട്ട് പോവേ. കാരണം എത്രയൊക്കെ നന്നായിട്ട് ഒരുങ്ങി എന്ന് പറഞ്ഞാലും അവസാനം കൊണ്ട് ആ മുടി കെട്ടുന്നതിൽ കുളവാക്കും. സാരി എടുത്തുണ്ട് നേരത്തെ പോകേണ്ട ഒരു ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ദേ എന്റെ ഒപ്പം തന്നെ മാമാട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിലോ ഞാൻ രാവിലെ എണീറ്റാലോ അവൾ നമ്മുടെ ഒപ്പം എണീറ്റ് വരും. രാവിലെ സുപ്രഭാതം കേൾക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ആണല്ലേ. ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ അന്ന് സുപ്രഭാതം ഇടാറുണ്ട് കേട്ടോ. അമ്മയാണ് എന്നെ സാരി ഉടുപ്പിച്ച് തരുന്നത്. എല്ലാ തവണയും അമ്മയുടെ ചീത്ത കേട്ടാണ് ഞാൻ സാരി ഉടുത്ത് തീരാറുള്ളത്. ഇത് നമ്മുടെ മാമാട്ടിലുള്ള സാരിയാണെന്ന് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഇത് ആ സാരി അല്ലേ, ഇത് നമ്മൾ ഇഹേന്ന് എടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഈ സാരി അങ്ങനെ അധികം ഒതുങ്ങത്തില്ലേ. പണ്ടായിരുന്നല്ലേ ഒതുങ്ങുന്നതും ഒതുങ്ങാത്തതൊക്കെ നമ്മൾ നോക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സാരി ഉടുക്കാൻ അറിയാമെങ്കിൽ ഒതുങ്ങാത്ത സാരി ഒരു ഉടുത്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണല്ലേ. ഇനി നല്ല രീതിക്കൊക്കെ മുടി കെട്ടാൻ എന്നാണോ പഠിക്കുന്നത്, ഇനിയൊക്കെ സമയം ഉണ്ടോ ആവോ. അങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ എത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്ക് വരുന്നതാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ഡ്യൂട്ടിയൊക്കെ. കഴിഞ്ഞിടക്ക് ഇങ്ങനത്തെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സാരി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. തലേ ദിവസമാണ് കേട്ടോ ബ്ലൗസ് ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം അന്നാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. 9:30 സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ കടയും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടക്കാൻ പോയൊരു ചേട്ടനെ കൊണ്ട് തുറപ്പിച്ചാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പുതിയ കുറെ സാരീസും ചുരിദാർ സെറ്റുകളും 3 പീസും 2 പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇത് ഫുൾ എംബ്രോയിഡറി വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഉടുത്താലും അടിപൊളിയായിരിക്കും. ഒരു റിച്ച് ലുക്ക് തോന്നും. ഫുൾ എംബ്രോയിഡറി ആണ്. നമ്മുടെ വീടിന്റെ സൈഡിലായിട്ട് ഒരു റൂമിൽ 2 പയ്യന്മാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു പയ്യൻ നമ്മളെ കണ്ടപ്പോഴും ചിരിച്ചു കാണിക്കുന്നില്ലെങ്കിലും ഒരാളതേ മാമാട്ടിക്ക് എപ്പോഴും ഒരു മഞ്ച് വാങ്ങിച്ച് എന്തെങ്കിലും ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ മഞ്ചൊന്നും അവർക്ക് കൊടുക്കത്തില്ല, നമ്മൾ തന്നെ കഴിക്കും. പിന്നെ ആ പയ്യൻ സ്നേഹത്തോടു കൂടി വാങ്ങിച്ചിട്ട് തരുമ്പോഴേക്കും എങ്ങനെ വേണ്ടെന്ന് പറയും. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേലും കൂടുതൽ ആളുകളാണ് കേട്ടോ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തത്, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണും പിന്നെ ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള കോട്ടണും ഒക്കെ ഉണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്.